175 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബ്രിട്ടീഷ് കളക്ടർ കോഴിക്കോടിന്റെ ഭൂപടം മാറ്റിവരച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അതാണ് കനോലി കനാൽ. ബ്രിട്ടീഷ് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി അഥവാ ഹെൻറി വാലന്റൈൻ കനോലി ആണ് 1848 ഈ കനാൽ പണി കഴിപ്പിച്ചത്. അറബിക്കടലിലെ തിരമാലകളെ ഭയക്കാതെ കാലവർഷക്കാലത്തും സുരക്ഷിതമായി ചരക്കു നീക്കം നടത്താനാണ് പുഴകളെയും തോടുകളെയും പരസ്പരം ബന്ധിച്ച് ഈ ജലപാത നിർമ്മിച്ചത്. വടക്ക് കോരപ്പുഴയെയും തെക്ക് കല്ലായിപ്പുഴയെയും തമ്മിലാണ് ഈ കനാൽ ബന്ധിപ്പിക്കുന്നത്. എലത്തൂർ മുതൽ കല്ലായി വരെയുള്ള 11.4 കിലോമീറ്ററാണ് ഇതിന്റെ പ്രധാന ദൈർഘ്യം. 19-ാം നൂറ്റാണ്ടിൽ മലബാറിലെ തേക്ക്, സുഗന്ധവ്യഞ്ജനങ്ങൾ, കൊപ്ര, കയർ എന്നിവ കല്ലായി തുറമുഖത്ത് എത്തിച്ചിരുന്നത് ഈ കനാലിലൂടെയായിരുന്നു. റോഡ്, റെയിൽ ഗതാഗതം സജീവമാകുന്നതിനു മുമ്പ് കൊച്ചി മുതൽ കോഴിക്കോട് വരെ നീളുന്ന വിശാലമായ ഉൾനാടൻ ജലഗതാഗത ശൃംഖലയുടെ പ്രധാന ഭാഗമായിരുന്നു ഇത്. അക്കാലത്ത് കത്തുകൾ എത്തിക്കുന്നതിനായി കനാലിലൂടെ തപാൽ വഞ്ചി സർവീസുകൾ നടത്തിയിരുന്നു. യന്ത്രസാമഗ്രികൾ ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യപ്രയത്നം കൊണ്ട് മാത്രമാണ് ഈ കനാൽ വെട്ടിയെടുത്തത്. കനാൽ നിർമ്മാണത്തിനായി സാമൂതിരി രാജാവും മറ്റു ഭൂവുടമകളും സൗജന്യമായി സ്ഥലം വിട്ടു നൽകി. നിർമ്മാണത്തിൽ ഏർപ്പെട്ട തൊഴിലാളികൾക്ക് ഭക്ഷണം മാത്രമായിരുന്നു പ്രതിഫലമായി നൽകിയിരുന്നതെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. കാലക്രമേണ നഗരമാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയും കയ്യേറ്റങ്ങൾ കാരണവും കനാൽ നാശത്തിന്റെ വക്കിലായിരുന്നു. എന്നാൽ ഇപ്പോൾ സർക്കാർ ഇതിനെ ഒരു കനാൽ സിറ്റി ആയി മാറ്റാനുള്ള ശ്രമത്തിലാണ്. കനാൽ സിറ്റി പ്രൊജക്ട്സ് കിഫ്ബിസ് ധനസഹായത്തോടെ ഏകദേശം 1118 കോടി രൂപ ചെലവഴിച്ച് കനാൽ ആധുനികവൽക്കരിക്കാനുള്ള പദ്ധതികൾ സജീവമായി നടക്കുന്നുണ്ട്. ടൂറിസം, ജലഗതാഗതം, നഗരത്തിലെ വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം.